ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മുട്ട ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. കുട്ടികളൊക്കെ എപ്പോൾ പാത്രം കാലിയാക്കിയെന്ന് ചോദിച്ചാൽ മതി, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു സവോള ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറിയ സവോളയാണെങ്കിൽ 2 സവോള എടുത്തോളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള എല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പൊടികളുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി എടുത്താൽ മതിയാവും. ഇനി ഈ ഒരു തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ മുട്ടയും ഇതുപോലെ തന്നെ 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയും ഇതുപോലെ 4 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ നിറത്തിൽ കാണുന്ന പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്ങും മുട്ടയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മുട്ടയും വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ ആക്കി കൊടുക്കാറുള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസോട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലോട്ട് ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ നിറമായ ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്